പുല്ലൂർ വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കൃഷി ചെയ്ത വെള്ളരിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഏപ്രിൽ 29 മുതൽ മെയ് 6 വരെയാണ് പ്രതിഷ്ഠാ ദിനവും ഭാഗവത സപ്താഹവും നടക്കുക. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഏപ്രിൽ 29 മുതൽ മെയ് 6 വരെയാണ് പുല്ലൂർ വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഭാഗവത സപ്താഹവും നടക്കുന്നത്. ഭാഗവതാചാര്യൻ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന മഹോത്സവത്തെ നാടിന്റെ തന്നെ ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. മഹോത്സവത്തിനായുള്ള അന്നദാനത്തിനായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത വെള്ളരിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം മാതൃസമിതി പ്രസിഡന്റ് ജാനകിയമ്മ മധുരമ്പാടി, ക്ഷേത്രം മാനേജർ സജീവൻ കുട്ടപ്പത്തിന് നൽകി നിർവഹിച്ചു. നമ്മൾക്കറിയാം, സപ്താഹ യജ്ഞത്തോടുകൂടി നമ്മുടെ ആധ്യാത്മിക ചൈതന്യവും അതോടൊപ്പം തന്നെ നാട്ടുനന്മയും നാട്ടുകൂട്ടത്തിൻ്റെ കൂട്ടായ്മയും ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്ക് നശിച്ചു പോകുന്ന കാർഷിക സമൃദ്ധിയുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ ഒരു വിളവെടുപ്പിലൂടെ കടന്നു വരികയാണ്. ഏറെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഈ മാതൃസമിതിയുടെ പ്രവർത്തകന്മാർ ഇത്തരത്തിലുള്ളൊരു വലിയ മഹത്തായ കർമ്മം നടത്തിയതിൽ ദേവസ്വത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അവരെ അറിയിക്കുകയാണ്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം ദാമോദരൻ വിഷ്ണുമംഗലം, ആഘോഷ കമ്മിറ്റി കൺവീനറും ട്രസ്റ്റി ബോർഡ് അംഗവുമായ വി നാരായണൻ വിഷ്ണുമംഗലം, പത്മനാഭൻ മണ്ണട്ട, ബാലകൃഷ്ണൻ നായർ, ഗോപി വിഷ്ണുമംഗലം, മാധവൻ നായർ, ചന്ദ്രൻ മണ്ണട്ട, അനീഷ് തുടങ്ങിയവർക്കൊപ്പം മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. വെള്ളരിയുടെ വിളവെടുപ്പ് മഹോത്സവത്തിന്റെ വിളംബരമായി മാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.